നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ശ്യാമ തന്നേ പറ്റൂ. തരില്ല എന്ന് പറയാൻ ശ്യാമയ്ക്ക് പറ്റില്ല എന്നും അറിയാം. വാങ്ങിച്ചിരിക്കും ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് പോലീസിനെ സമീപിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നറിയാം. പോലീസിനോടൊന്നല്ല, ലോകത്താരോടും ഇത് പറയാൻ ശ്യാമയ്ക്ക് പറ്റില്ല. സത്യഭാമയുടെ മരുമകൾ എന്ന നിന്റെ പട്ടം ഞാൻ ഇങ്ങെടുക്കാൻ പോവാണെന്ന്. ഇനി കുറച്ചുകൂടെ കടത്തി പറയാം ശ്യാമേ. നീ വഴിപിഴച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സത്യഭാമയും രോഹിത്തും അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ 9 മാസവും 9 ദിവസവും ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്ന് പ്രസവിച്ചവളാണ് നീ. ആ കുഞ്ഞാണ് പപ്പി. പക്ഷേ അത് രോഹിത്തിന്റെ കുഞ്ഞല്ലതാനും. കുഞ്ഞിനൊരച്ഛൻ വേണമല്ലോ ശ്യാമേ. അവരതിനെ തെരഞ്ഞു തുടങ്ങും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ, അങ്ങനെ വഴിക്ക് വാ ശ്യാമേ. ഞാൻ മനസ്സ് വെച്ച നിന്റെ ജീവിതം മുഴുവൻ ഒരു ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചു പോകുന്ന നിനക്ക് മനസ്സിലായോ? പക്ഷെ അതൊന്നും വേണ്ട ശ്യാമേ. പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം തകർത്ത് കളയാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 6 വർഷം മുമ്പ് തന്നെ എനിക്ക് ഈ രഹസ്യം ഒരു ആയുധമാക്കായിരുന്നു. ഇക്കാര്യം സത്യഭാമയോട് വെളിപ്പെടുത്തി വേണ്ട പ്രതിഫലം വാങ്ങിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ടാ? എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയില്ല. പിന്നെ നിന്റെ ജീവിതം തകർത്തിട്ട് എനിക്കെന്താ ലാഭം? പക്ഷേ എനിക്കിപ്പോ ഒരത്യാവശ്യമുണ്ട് ശ്യാമേ. ഞാൻ ആരാ എന്താന്നൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലോ. ഒരു 10 ലക്ഷം രൂപ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ അത് ശ്യാമ തന്നേ പറ്റൂ. തരില്ല എന്ന് പറയാൻ ശ്യാമയ്ക്ക് പറ്റില്ല എന്നും അറിയാം. വാങ്ങിച്ചിരിക്കും ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് പോലീസിനെ സമീപിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നറിയാം. പോലീസിനോടൊന്നല്ല, ലോകത്താരോടും ഇത് പറയാൻ ശ്യാമയ്ക്ക് പറ്റില്ല. സത്യഭാമയുടെ മരുമോൾക്ക് 10 ലക്ഷം രൂപയൊന്നും വലിയ തുകയൊന്നും അല്ലല്ലോ. അതിങ്ങ് തന്നേക്കണം നാളെ രാവിലെ. സമയം അതിക്രമിച്ചാൽ ശ്യാമയുടെ രഹസ്യം മറ്റാരോടെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് ശ്യാമയുടെ മാത്രം കുറ്റമായിരിക്കും. 6 വർഷം ശ്യാമ പിന്നെന്തിനാ ഈ രഹസ്യം ആമത്താഴിട്ട് പൂട്ടിയത്? ആ പിന്നെ ശ്യാമേ, പണം സംഘടിപ്പിച്ചിട്ട് ഈ നമ്പറിലേക്ക് നാളെ രാവിലെ വിളിക്കണം. സ്ഥലവും സന്ദർഭവും ഞാൻ പറയാം. നമുക്ക് അവിടെ വെച്ച് പണം കൈമാറാം. ഈ നമ്പർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുവേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട. രാവിലെ വിളിക്കാനും മറക്കണ്ട. എന്താ കാര്യം? ശാലിനി, എന്താ മോനെ? ശാലിനി മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ശാരദാമ്മയെ പറ്റിയോ ശാലിനി മോളെ പറ്റിയോ എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ എന്നെ അറിയിക്കണേ മോനെ. എന്ന് ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ശാരദാമ്മയും ശാലിനി മോളെയും കാണിച്ചു തരണേ നല്ല വിഷ്ണു മോനെ. അവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടണേന്നാ. അല്ല, വീടൊക്കെ ആകെ മാറിയല്ലോ. പുതിയ പെയിന്റൊക്കെ അടിച്ച്. പിന്നെ ഈ
അലങ്കാര ചെടികളൊക്കെ? അതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ. ഹോട്ടല് എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ശാരദാമ്മ പോയത്. അതിന്ന് നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. അതൊക്കെ ഏൽപ്പിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുത്ത് ചെലവാക്കുക. ഒരു മനസാക്ഷി കുത്ത്. കുറച്ചെങ്കിലും ഞാൻ ഈ വീടിന് വേണ്ടി ചെലവാക്കണ്ടേ? അങ്ങനെയാ പെയിന്റ് അടിപ്പിച്ചതും ഈ ചെടികളൊക്കെ കൊണ്ടുവച്ചതും. എത്ര വഴിപാടുകളും നേർച്ചകളും നടത്തിയത്. ഒന്നും ഫലം കാണുന്നില്ലല്ലോ എന്നാ. അല്ല മോനെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങളെ ആരെങ്കിലും കാണുമ്പോ ചോദിക്കാന്ന് കരുതിയിരുന്നതാ. ശാരിക മോളെ പറ്റിയും രാജീവ് സാറിനെ പറ്റിയും വിവരമൊന്നുമില്ലേ? ശാലിനി മോളും ശാരദാമ്മയും സ്ഥലത്തും ഇല്ല. പിന്നെ ഈ വീടിനും ഹോട്ടലിനും ഒക്കെ അവകാശികള് ശ്യാമമോളും വിഷ്ണുമോനും രോഹിത്തും ഒക്കെ അല്ലേ? എന്നെ ഈ ഹോട്ടൽ നടത്തിപ്പിന് ശാരദാമ്മ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിൽ നിന്നുള്ള വരുമാനം ഇപ്പൊ തന്നെ ഞാൻ എടുക്കുക. അത് വെച്ച് കുടുംബം ഒന്ന് പച്ചപിടിച്ചെന്നുള്ളത് സത്യമാ. പക്ഷേ നാളെ ശാരദാമ്മയോ മറ്റോ വന്ന് ഇത്രയും നാളത്തെ വരുമാനത്തിന്റെ കണക്ക് ചോദിച്ച കൈമലത്തി കാണിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. അതുകൊണ്ട് മാസക്കണക്കിനോ ആഴ്ചക്കണക്കിനോ പണം ഏൽപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിൽ നിന്നൊരു ഭാരം കുറഞ്ഞു കിട്ടിയേനെ. മോനോ മറ്റോ ആ പണം വാങ്ങിച്ചിരുന്നെങ്കിൽ. വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരം തരാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. പോട്ടെ. അല്ല, വിഷ്ണുമോൻ എന്തിനാ വന്നത്? ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഇതുവഴിയൊക്കെ വന്നിട്ട് പോണേ മോനെ. നോക്കാനോ അന്വേഷിക്കാനോ ഒന്നും ആരും ഇല്ലാതെ കിടക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.